താങ്കൾ മുംബൈയിലെ ചില ഡാൻസ് ബാറുകളിൽ പാടിയിട്ടുണ്ട്. താങ്കളും ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോഴേക്കും ഉന്മാദാവസ്ഥയിലേക്ക് താങ്കളുടെ ഈ പാട്ടിന് അനുസരിച്ച് ചുവട് വെക്കുന്ന നർത്തകിമാരെ കാണുമ്പോഴും താങ്കൾക്ക് ഒരു പക്ഷേ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി നേരത്തെ ഇല്ല. അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നില്ല, അടിച്ച് വീലായിരിക്കുകയായിരുന്നു എപ്പോഴും. അതെ അതെ, ബോധാവസ്ഥയിലാകുമ്പോൾ അല്ലേ, ഒരു അർദ്ധബോധാവസ്ഥയിലായിരുന്നു. എവിടെ വെച്ചാണ് ഒരു ബ്രേക്കിംഗ് പോയിന്റ്? അതായത് ഇതല്ല എൻ്റെ വഴി, ഈ കള്ളക്കടത്തും ഈ കഞ്ചാവും ഈ ചരസും ഈ മദ്യവും ഈ ഡാൻസ് ബാറുകളല്ല എൻ്റെ ജീവിതം, എനിക്ക് വേറൊരു ജീവിതമുണ്ട് എന്ന് ഈ ഉമ്പായി എവിടെ തിരിച്ചറിഞ്ഞത്? ഏത് സ്പോട്ടിലാണ്? അങ്ങനെ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് നോക്കിയപ്പോൾ ഒരു 3 മക്കളും ഒരു ഭാര്യയും കൂടെ ഉണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. ആദ്യമൊന്നും അത് ബോധ്യപ്പെട്ടിരുന്നില്ല. കാണും മക്കളോട് പുന്നാരിക്കും ലാളിക്കും സ്നേഹം കൊടുക്കും, രാത്രി പോക്കാണ്, അല്ലെങ്കിൽ പകലാണെങ്കിലും പോക്കാണ്. ഭാര്യ വളരെയധികം സഹിച്ചു. ഭാര്യ കരഞ്ഞുകൊണ്ടേയിരുന്നു. അത്രയേ ഉള്ളൂ. വേറൊരു പെണ്ണാണെങ്കിൽ സഹിക്കുന്നു ഒന്നല്ല. 16 തവണ ഡൈവേഴ്സ് ചെയ്തേനെ. 16 തവണ ഡൈവേഴ്സ് ചെയ്തേനെ. ഇതിൻ്റെ വക്കിലെത്തും, പിന്നെ തിരിച്ചു പോകും. അങ്ങനെയൊക്കെ ഒരു ശ്രമം നടന്ന് പിന്നെ അങ്ങനെ പോയി എന്നാണ് പിന്നെ കേട്ടത്. പക്ഷെ എൻ്റെ മൂത്ത മകള് അവള് 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, ബാപ്പ സ്കൂളിൻ്റെ മുമ്പിൽ കൂടെ പോയോ? ഞാൻ പറഞ്ഞു, ബാപ്പ സ്കൂളിൻ്റെ മുമ്പിൽ കൂടെ ആടി പോയിന്ന് എൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞു. ഞാൻ തർക്കിച്ചൊന്നു. ആര് പറഞ്ഞു? എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ. എന്തിനാണ് ബാപ്പ? അപ്പം എൻ്റെ മോൾക്കത് അവിടെ ഒരു മാനസിക പ്രശ്നമായല്ലോ. ആദ്യം ഇത് ഉപേക്ഷിക്കണം, ഇതല്ല ശരിയെന്ന് തോന്നിച്ചത് അവിടെ മകളാണ്. വരട്ടെ, ഇവിടെ വരേണ്ട ഒരാളുണ്ട്. പ്രോഗ്രാമിന്റെ ഭാഗമായി ഉപ്പയോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നുമല്ല, എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ട്രെങ്ത് ആയിട്ടുള്ളത് ഉപ്പയാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ഒരു മനക്കരുത്തും ഉപ്പ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാം. വലിയ കഷ്ടമാണല്ലേ? വലിയ കഷ്ടമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ താങ്കളുടെ പ്രതിസന്ധിയെ താങ്കൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് മക്കളെ കൊണ്ടാണ്. അതെ, അതുകൊണ്ടോട് പറയണത്. മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ ഞാനും, എനിക്ക് സ്നേഹം തരാൻ മക്കളും. അങ്ങനൊരവസ്ഥ. ഒരു മദ്യപാനിയുടെ വീടാട്ടോ ഇത്. അതെ അതെ. മലയാള കവിതകളിലേക്ക് താങ്കളുടെ സംഗീതത്തെ സന്നിവേശിപ്പിച്ചപ്പോൾ അതിൽ പുതിയൊരു ഭാവതലം ഉണ്ടായി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഒരുപാട്. അതായത് അതുവരെ മലയാളിക്ക് സിദ്ധമല്ലായിരുന്ന, സാധിക്കാതിരുന്ന ഒരു അനുഭൂതിയുടെ തലം മലയാള കവിതകളെയും ഉമ്പായുടെ സംഗീതത്തെയും കൂടി കൂട്ടിവെച്ചപ്പോൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഇതാണ് സംഭവം. അത് ഹോളിഡേയിൽ ഞാൻ പാടുമ്പോൾ ഇപ്പറഞ്ഞ തോമസ് മാഷ്, ബേബി സഖാവ് ഒരു ONV പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ അന്ന് മുതലേ പറയാം, അത് പാടിക്കും. അതെ, ഇതാണ് ONV സാറിൻ്റെ ഒപ്പം നിങ്ങൾ ഇരിക്കുന്നുണ്ട്. സാറ് കമ്പോസ് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുന്നു. കാരണം അതൊരു കടമയാണ്. അനുവാദം, അനുഗ്രഹം വേണം. സാറായിട്ടുള്ള 3 ആൽബം. പ്രഭാമയീ പ്രകൃതി പ്രഭാത കുങ്കുമമണിഞ്ഞു നിൽക്കും പ്രകൃതി പ്രഭമയീ പ്രകൃതി പ്രഭമയീ. പ്രഭാമയീ പ്രകൃതി പ്രഭാത കുങ്കുമമണിഞ്ഞു നിൽക്കും പ്രകൃതി പ്രഭമയീ പ്രകൃതി പ്രഭാമയീ പ്രകൃതി